ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല, പ്രവൃത്തിയുടെ പിന്നിലുള്ള മനോഭാവമാണ്. അതിനാണ് യഥാർത്ഥ ധർമ്മം എന്ന് പറയുക. ഇവിടെ എപ്പോഴാണ് മനുഷ്യന് അളവറ്റ ബുദ്ധിശക്തിയുണ്ട്, അതുപോലെ ബലമുണ്ട്, അത് കായിക ബലമുണ്ട്. ഇത് രണ്ടും എനിക്ക് ഈ ബുദ്ധിശക്തിയും എൻ്റെ ഈ കായിക ബലവും എനിക്ക് പ്രകൃതി തന്നെയാണ്. അത് മറന്നുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ ആൾ എന്ന് വരുമ്പോൾ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ എന്നെ പഠിപ്പിക്കാനായിട്ട്, എന്നെ ധർമ്മം പഠിപ്പിക്കാനായിട്ട് ഒരു ഒരു രൂപം സ്വീകരിച്ചിട്ട് എൻ്റെ മുന്നിൽ വരികയാണ്. അതാണ് അവതാരം എന്ന് പറയാം. നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹാബലിയുടെ എക്സാമ്പിൾ. മഹാബലി മഹാഭക്തനായിരുന്നു, എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം ഇതെല്ലാം ഭഗവാന്റേതാണ്, എൻ്റേതല്ല എന്നുള്ള ആ കാര്യം മറന്നുപോയി. ഞാനാണ് ചക്രവർത്തി, ഇതെല്ലാം എൻ്റേതാണെന്നല്ല അത് വന്നു കഴിഞ്ഞു. അത് തെറ്റാണ്. എനിക്ക് സ്വന്തമായിട്ട് ഒന്നും തന്നെയില്ല, എല്ലാം ഭഗവാന്റെയാണ്. ആ മനോഭാവമാണ് യഥാർത്ഥ മനോഭാവം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു ശ്ലോകം പറയാണ്, കാന്ത ഇമേ മേ തനയ ഇമേ മേ ഗൃഹ ഇമേ മേ പശ്വസ്തി ഇമേ മേ. അത് പറയുന്നത് കാന്ത ഇത് എൻ്റെ ഭാര്യ, കാന്ത ഇമേ മേ ഇത് എൻ്റെ ഭാര്യ, തനയ ഇമേ മേ ഇതെല്ലാം എൻ്റെ പുത്രന്മാർ, ഗൃഹ ഇമേ മേ ഇത് എൻ്റെ വീട്, പശ്വസ്തി ഇമേ മേ ഇതെല്ലാം എൻ്റെ ഇതാണ്, ഇത് എൻ്റെ കുതിര, എൻ്റെ ആന, എൻ്റെ പശുക്കൾ, ഇങ്ങനെ എൻ്റെ എന്ന് പറയാണ്. അവിടെ ഇത് പറയാണ്, ഇത് കാന്ത ഇമേ മേ തനയ ഇമേ മേ ഗൃഹ ഇമേ മേ പശ്വസ്തി ഇമേ മേ ഏവം നരഹ മേഷസമാന രൂപ എന്ന് പറയാണ്. അപ്പം ഇങ്ങനെ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ഒരു ആടിനെ പോലെ ആയിരിക്കുകയാണ്. ആ ആടിനെ പോലെ തരത്തിലേക്ക് താണ് പോയി. ഏവം നരഹ മേഷസമാന രൂപ മേ മേ കൃത കാലവൃക്ഷേണ നീത. അത് മേ 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 അത് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് കാലവൃക്ഷേണ നീത. ആ കാലം എന്നുള്ള ആ ചെന്നായിയായാൽ അവസാനം അതിനെ ഭക്ഷിക്കപ്പെടുകയാണ് എന്ന് പറയാണ്. അവിടെ എനിക്ക് എൻ്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഭഗവാൻ തന്നതാണെന്ന് പറയാറുണ്ട്. ഉത്തരേന്ത്യയിലെ മീറാബായിക്ക് സന്യാസം സ്വീകരിക്കാൻ അവർ നിശ്ചയിച്ചപ്പോൾ ഒരു സപ്പോർട്ടും കിട്ടിയില്ല. കാരണം ഒന്നാമത് സ്ത്രീ രാജകുമാരി എന്ന് മാത്രമല്ല സ്ത്രീയാണ്. അത് മറ്റ് സന്യാസിമാർ പറഞ്ഞു സന്യാസം പുരുഷന്മാർക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സന്യാസം നിശ്ചയിച്ചു. അങ്ങനെ തുളസിദാസിനത്ത് വന്നവർ ചോദിച്ചു എന്ത് ചെയ്യണം. അത് ചോദിച്ചപ്പോൾ തുളസിദാസ് പറഞ്ഞു, ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം അദ്ദേഹം പറഞ്ഞു, കുട്ടുംബ് തജി ശരണ് രാമ തെരെ ആയോ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. കുടുംബ് തജി ശരണ രാമ തെരെ ആയോ, കുടുംബത്തെ തിരിച്ചുകൊണ്ട് രാമനെ ശരണം പ്രാപിക്കുമെന്ന് പറയാണ്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുടുംബത്തെ തിരിച്ചിട്ട് കാട്ടു പോകാനല്ല. കുടുംബ തജി എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് കുടുംബത്തിൽ നിന്ന് എനിക്ക് സന്തോഷം നൽകുന്നത് ഭഗവാൻ മാത്രമാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ ചെന്ന് നമുക്ക് പ്രസാദം തന്നു കഴിഞ്ഞാൽ, പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രസാദം കിട്ടുമ്പോൾ കഴിക്കുമ്പോൾ ഒരു വറ്റ് താഴെ വീണാലോ, ആ ഒരു വറ്റ് താഴെ വീണാൽ താഴ്ന്ന് പെരുക്കിയെടുത്തിട്ട് നൂതി കഴിക്കും. പ്രസാദമാണ്, കളയില്ല. ആ പ്രസാദം ഭഗവാന് പ്രസാദമാണ് സ്വീകരിച്ച് അങ്ങനെ കളയാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ തൻ്റെ കുടുംബത്തിലെ അവരെല്ലാം ഭഗവാന്റെ പ്രസാദമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അവരെ നന്നായിട്ട് സ്നേഹിക്കണം. ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ആനന്ദം നൽകാൻ കഴിവുള്ള ഭഗവാൻ മാത്രമാണ്. ഇതാണ് അതിൻ്റെ സാരം. മലയാളം ഡിക്ഷണറിയിൽ ഡൈവേഴ്സ് എന്നുള്ള വാക്കിൻ്റെ പേര് എന്താണ്? വാക്ക് കാണില്ല. ശരി, തമിഴ് ഡിക്ഷണറി എടുത്ത് നോക്ക്. ഡൈവേഴ്സ് എന്നുള്ള വാക്കിൻ്റെ എന്താണ്? കാണില്ല. കന്നഡ ഡിക്ഷണറി എടുത്ത് നോക്ക്. തെലുങ്ക് ഡിക്ഷണറി എടുത്ത് നോക്ക്. ഹിന്ദി, മറാഠി, ഗുജറാത്തി, നമ്മുടെ ഒരു ഡിക്ഷണറിയിലും ഈ ഡൈവേഴ്സ് എന്നുള്ള വാക്ക് കാണില്ല. കാരണം അങ്ങനെ ഒരു വാക്കില്ല. അത് അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പ്രസാദമാണ്. അതങ്ങനെ രാജീവനം ജീവിക്കുക. ഇത് ഡൈവേഴ്സ് എന്നുള്ള വാക്ക് നമ്മുടെ സായിപ്പ് തന്നതാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഡൈവേഴ്സ് എന്നുള്ള വാക്കില്ല. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ പ്രസാദമാണ്. ആ പ്രസാദം ഇത് ഭഗവാൻ തന്നതാണെന്നുള്ള അതുകൊണ്ട് നമ്മൾ ആജീവനം ജീവിക്കുക. അവർ അങ്ങേറ്റം സ്നേഹിക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കുക. പക്ഷേ എനിക്ക് ആനന്ദം നൽകാൻ കഴിവുള്ളത് ഭഗവാൻ മാത്രമാണ്. ആ അർത്ഥത്തിലാണ് തുളസിദാസ് പറഞ്ഞത് കുടുംബത്തെ ജി എന്ന് പറയുമ്പോൾ ഈ കുടുംബത്തിന് എനിക്ക് സന്തോഷം നൽകും അത് പാടില്ല. അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കുക. ഗോഡ് ഹാസ് ഗിവൺ ദം ടു യു, അത് മനസ്സിലാക്കിയാൽ മതി.
അപ്പോൾ അത് അമ്മ ഇത് ഒരു കുടുംബത്തിൽ ശ്രീരാമ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരങ്ങളെല്ലാം അവർ വലിയ കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് അവരെല്ലാം അങ്ങോട്ട് നൽകി തനിക്കൊന്നും വേണ്ട എന്നുള്ള മനോഭാവത്തോടു കൂടി എനിക്ക് ഐ ആം ഹാപ്പി വിത്ത് മൈ സെൽഫ്, അത് ആ ടീച്ചിങ്ങാണ് അവതാരത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ടീച്ചിങ്. പിന്നെ നല്ലൊരു സംഭവമുണ്ട്. അക്ബർ ചക്രവർത്തി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കഥ കേട്ടപ്പോൾ അക്ബറിന് ഒരു സംശയം തോന്നി. അക്ബർ ചക്രവർത്തി പറഞ്ഞു, ഈ ഗജേന്ദ്രനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ സാക്ഷാത് ഭഗവാൻ ഇങ്ങോട്ട് താഴെ വരേണ്ട ആവശ്യമുണ്ടോ? അത് എത്ര ഭടന്മാരുണ്ട്, ആരെങ്കിലും അവരാണ് അയച്ചാൽ മതിയായിരുന്നല്ലോ, എന്തിന് ഇത്രയും താഴെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ ആർക്കും മറുപടി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ബീർബൽ മാത്രം പറഞ്ഞു, അത് രാജാവേ, കുറച്ച് ദിവസം സമയം തരികയാണെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ അക്ബർ അതായത് കൊട്ടാരത്തിൻ്റെ ബാൽക്കണി പുറത്ത് വന്ന് നിൽക്കുകയാണ്, ടെറസ് നിൽക്കുകയാണ്. താഴെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇദ്ദേഹം ബീർബൽ എന്ത് ചെയ്തു വെച്ചാൽ അക്ബറിൻ്റെ പ്രിയപുത്രനായ സലീമിൻ്റെ നല്ലൊരു വാക്സ് പ്രതിമ ഉണ്ടാക്കിയിട്ട് അക്ബർ വരുന്ന സമയത്ത് ഈ പ്രതിമ എടുത്തിടത്തേയും വെള്ളത്തിലങ്ങ് ഇട്ടിട്ട് രാജകുമാരൻ വെള്ളത്തിൽ വീണു എന്ന് നിലവിളിക്കാൻ തുടങ്ങി. രാജകുമാരൻ വെള്ളത്തിൽ വീണു എന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അക്ബർ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. അയ്യോ, രാജകുമാരൻ വെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞു. ആ അക്ബർ ആ ബാൽക്കണിൽ നിന്ന് ഒരൊറ്റ നേരെ ഡൈവ് ചെയ്തിട്ട് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ആ പ്രതിമ എടുത്ത് അക്കരെ വന്ന് പെട്ടെന്ന് ദേഷ്യം വന്നു അദ്ദേഹം. ഇതാരും എന്നെ കളിയാക്കുകയാണല്ലേ, ആരാ ഇത് ചെയ്തത് പറഞ്ഞപ്പോൾ ബീർബൽ പറഞ്ഞു, രാജാവേ ഞാനാണെന്ന് പറഞ്ഞു. എന്തിനാ ചെയ്തത്? അപ്പോഴും ബീർബൽ ചോദിച്ചു, അങ്ങൊരു മഹാരാജാവല്ലേ, മകൻ വീണപ്പോൾ ഇത്രയും ഭടന്മാർ വീണ് അവർക്ക് രക്ഷിക്കാമായിരുന്നു, അങ്ങെന്തിനാ ചാടിയെന്ന് ചോദിച്ചു. അപ്പോൾ അക്ബർ പറഞ്ഞു, അത് എൻ്റെ മകനാണെന്ന് പറഞ്ഞു, എൻ്റെ മകനായി വീണതെന്ന് പറഞ്ഞപ്പോൾ രാജാവേ അതുപോലെയാണ് ഭഗവാന് എല്ലാവരും തൻ്റെ മക്കളാണ്. തൻ്റെ മകൻ പുത്രൻ അല്ലെങ്കിൽ പുത്രി അപകടത്തിലാണ് തോന്നിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ വന്ന് രക്ഷിക്കും. ഇതാണ് അതിൻ്റെ സാരം.